ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് നൈൻ. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ തമ്മിൽ കണ്ടിട്ട് വന്നതാണ് എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം നിങ്ങൾക്ക് ഇനി ആവശ്യമുള്ളത് ഒരു കൃത്യമായ സ്റ്റഡി പ്ലാൻ തന്നെയാണ്. +1 നിങ്ങൾക്ക് ഇനി പഠിച്ചാൽ ഫുൾ മാർക്ക് നേടാൻ പറ്റുമോ? വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണത്. അപ്പൊ എങ്ങനെയാണ് ഞാൻ അതിനെപ്പറ്റി നിങ്ങളോട് പറയാൻ പോകുന്നത്. സോ വീഡിയോയിൽ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ്, മുഴുവനും കാണുക. നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. എല്ലാവരോടും സൈലത്തെ പറ്റി നിങ്ങളൊന്ന് പറയാൻ പറയുക. സോ മക്കളെ, ഇത്ര ഉള്ള കാര്യങ്ങൾ. ഇനി പഠിച്ചാൽ നിങ്ങൾക്ക് ഇത്ര ആലോചിച്ചാൽ മതി. നിങ്ങളുടെ ഇനി പബ്ലിക് എക്സാം നിങ്ങൾ എന്നാണോ വീഡിയോ കാണുന്നത് അതിനുശേഷം നിങ്ങളുടെ പബ്ലിക് എക്സാമിന് എത്ര ദിവസം ഉണ്ടെന്ന് ആലോചിച്ച് നോക്കുക. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ 60 ചാപ്റ്റേഴ്സിന്റെ മുകളിൽ നിങ്ങൾക്ക് 5-6 ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ 5-6 സബ്ജക്റ്റുകളായിട്ട് പഠിക്കാനുണ്ട്. അതായത് ഒരു ചാപ്റ്റർ മുഴുവൻ പഠിച്ചു തീർക്കാൻ ഒരു ദിവസം പോലും നിങ്ങളുടെ മുന്നിൽ ബാക്കിയില്ല. എന്നാലും പറയുന്നു, നിങ്ങൾക്ക് ഇനി ഈ ഒരു സമയം മുതൽ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് നേടാൻ സാധിക്കുമോ എന്നുള്ളത് തന്നെയാണ്. ഡെഫിനറ്റ്ലി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഫുൾ മാർക്ക് നേടാൻ സാധിക്കും കേട്ടോ. 2 കാര്യങ്ങളാണ്. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുകയും ചെയ്യും, ഞങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഫുൾ മാർക്ക് നേടാൻ പറ്റും. എങ്ങനെയാണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ +1 മാത്തമാറ്റിക്സ് നിങ്ങൾക്കറിയാം എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട് മൊത്തത്തിൽ. ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. 14 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഇതിൽ ഞാൻ കുറച്ച് കളർഫുൾ ആക്കി വെച്ചിട്ടുണ്ട്. കാര്യം മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം +1 മാത്തമാറ്റിക്സിൽ ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന 3 ചാപ്റ്റേഴ്സ് ആണ്. സെറ്റ് എന്ന് പറയുന്നത്, ലീനിയർ ഇനിക്വാലിറ്റി എന്ന് പറയുന്നത്, 3 ഡയമെൻഷണൽ ജോമെട്രി എന്ന് പറയുന്നത്. ഒരു പക്ഷേ പരീക്ഷയുടെ തലേ ദിവസം പോലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കുകയാണെങ്കിൽ അതിലെ ആൻസറുകളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചാപ്റ്ററുകളാണ്. അതായത് 7 മാർക്കും 3, 10, 13 മാർക്കിന്റെ ഓൾറെഡി നിങ്ങൾ സെറ്റാണ് അല്ലേ? അങ്ങനെ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ എല്ലാ കുട്ടികൾക്കും ചിലപ്പോൾ 3 ഡയമെൻഷനിൽ ഇഷ്ടമാവണമെന്നില്ല. അങ്ങനത്തെ കുഴപ്പമില്ല. എന്നാലും ഈ ഒരു സാധനം നമുക്ക് എന്താക്കാം, ഒരു സിമ്പിൾ ചാപ്റ്റേഴ്സ് ആയിട്ട് മാറ്റി വെക്കാം. ഇനി ഞാൻ അതിൽ യെല്ലോ കളർ ഇട്ടത് ഒരു ആവറേജ് ചാപ്റ്റേഴ്സ് ആണ്. അതായത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ പഠിക്കാൻ ഇരിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് ആണ് ഈ യെല്ലോ ലെവലിൽ ഇട്ടത്. അതായത് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ്, കോംപ്ലക്സ് നമ്പേഴ്സ്, ചില ആളുകൾക്ക് അതൊരു ഡേഞ്ചർ സോൺ ആയിരിക്കും. പിന്നെ അതേപോലെ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ്, ചില ആളുകൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങളൊന്ന് മനസ്സിരുത്തി ഒന്ന് ക്ലാസ് കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈസിയുള്ള ചാപ്റ്ററാണ്. ബൈനോമിയലും സീക്വൻസും സ്ട്രെയിറ്റ് ലൈനും കോണിക്കൊക്കെ. കോണിക്കൽ എനിക്ക് തോന്നുന്നു ആകെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നത് ആ ലാസ്റ്റത്തെ 2 ടോപ്പിക്കാണ്. അതായത് നിങ്ങൾക്കറിയാം എലിപ്സ്, അതോടൊപ്പം ഹൈപ്പർബോള. അതിൻ്റെ ഇക്വേഷൻസ് കമ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് അത് ക്രാക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ പറയുന്ന ചോദ്യങ്ങളിൽ അപ്പുറം ഒരു ചോദ്യം നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. കാരണം അത്രയും ഈസി ആയിട്ട് നിങ്ങൾ പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് തന്നെയാണ്. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സിൽ പ്രധാനമായിട്ട് ചില ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതായത് ഒരുപാട് കാൽക്കുലേഷൻ, കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. പക്ഷേ അങ്ങനെ എല്ലാ ചോദ്യങ്ങളൊന്നും അതിൽ വരില്ല. അതിൽ വരുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്, നമ്മൾ പറഞ്ഞുതരാം. പിന്നെ പ്രോബബിലിറ്റി. ഇത്രയും ചാപ്റ്റേഴ്സാണ് യെല്ലോ ലിസ്റ്റിലുള്ളത്. ശരിക്കും നിങ്ങൾ ആ യെല്ലോ ലിസ്റ്റിലുള്ള ചാപ്റ്റേഴ്സ് മാത്രം പഠിച്ചാൽ എത്ര മാർക്ക് കിട്ടും നോക്കാം. 7, 7, 4, 11, 11, 7, 18, 22, 26, 32, 39, 45, 7, 52. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സെറ്റ് 59 മാർക്ക്. അതായത് ഫുൾ മാർക്ക് അവിടെ ആയി അല്ലേ? 60 മാർക്ക് നേടാൻ ഈ യെല്ലോയും ഗ്രീനും മാത്രം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഫുൾ മാർക്ക് കിട്ടും. പക്ഷേ ഞാൻ ഉറപ്പിച്ച് പറയുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും പഠിക്കണമെന്ന് ആഗ്രഹമുള്ളതും ഒരുപാട് പഠിക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ കാത്തിരിക്കുന്നതുമായിട്ടുള്ള ചാപ്റ്ററുകളാണ്. ഒന്ന് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്, അതോടൊപ്പം തന്നെ ട്രിഗണോമെട്രി ചില ആളുകൾക്ക് ഈസി ആയിട്ടുണ്ടാവും. ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ് നമ്മൾ എടുക്കാൻ പോകുന്നുള്ളൂ. തീർച്ചയായിട്ടും അത് ക്ലാസ്സുകളൊക്കെ കാണുമ്പോൾ അത് വളരെ എളുപ്പമായിട്ട് മാറും, യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കോൺഫിഡൻസ് വന്നിട്ടുണ്ടാവും, സാർ ഇത് ഈസി ആയിട്ട് എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും, എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റും. യെസ്, തീർച്ചയായിട്ടും അങ്ങനെ ഒരു കോൺഫിഡൻസ് വന്നിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് നിങ്ങളുടെ വിജയം എന്ന് പറയുന്നത്. കാരണം ഇതിലെ പല ചാപ്റ്റേഴ്സും നിങ്ങൾ ഓൾറെഡി റിവൈസ്ഡ് ആണ്. നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് വേണ്ടി പല ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇനി ജസ്റ്റ് റിവിഷൻ മാത്രമേ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ. ഇതുപോലെ തന്നെയാണ് മറ്റു പല സബ്ജക്റ്റുകളും. നിങ്ങൾക്ക് ഒരുപാട് ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ചെറിയ റിവിഷൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഇനി നിങ്ങൾ പഠിക്കാതെ ഈ ഒരു ഇതിലാണ് +1 മാത്സിലാണെങ്കിൽ ഈ 3 ചാപ്റ്ററാണ് നിങ്ങൾക്ക് ഇനി റിവൈസ് ചെയ്യാനുള്ളത് അല്ലെങ്കിൽ പഠിക്കാനുള്ളത്. അത് നമ്മൾ ഈസി ആയിട്ട് നമ്മൾ എന്താക്കും, പെട്ടെന്ന് ക്രാക്ക് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് റിവിഷനാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, മാത്സ് പഠിക്കാൻ അങ്ങനെ ഒരുപാട് സമയമൊന്നും വേണമെന്നില്ല. കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, മാത്തമാറ്റിക്സ് മുഴുവനായിട്ട് കവർ ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നത് ഇത് മൊത്തത്തിൽ പഠിക്കാൻ നിങ്ങൾക്ക് മാക്സിമം ഒരു 4-5 ദിവസം മതി. അത് ഒരു ദിവസം നിങ്ങൾ ഒരു 5-6 മണിക്കൂർ വെച്ച് പഠിക്കുകയാണെങ്കിൽ, രാത്രി നിങ്ങൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഒരു ദിവസം ഒരു 5-6 മണിക്കൂർ വീതം പഠിക്കുകയാണെങ്കിൽ, അതായത് വൈകിട്ട് ഒരു 7 മണി മുതൽ ഒരു 11 മണി വരെയും രാവിലെ ഒരു 5 മണി മുതൽ അല്ലെങ്കിൽ 6 മണി മുതൽ ഒരു 7 മണി വരെയും നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഒരു ദിവസം ഒരു സബ്ജക്റ്റ് തന്നെ ഫിനിഷ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു 5-6 ദിവസം മതി. അങ്ങനെ 5 സബ്ജക്റ്റ് മാത്രമാണ് നിങ്ങൾക്കുള്ളത്. ഒരു 25 അല്ലെങ്കിൽ 30 ദിവസം കൊണ്ട് തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ 30 ദിവസം നിങ്ങളത് 6 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ പോകുന്നില്ല. അങ്ങനെ പഠിക്കുന്ന കുട്ടികൾ ഒരിക്കലും അത് സ്റ്റോപ്പ് ചെയ്യില്ല. അത് 60 ദിവസം പഠിക്കും. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾ ഒരു 5-6 മണിക്കൂർ ഒരു ദിവസം നിങ്ങൾ നിർബന്ധമായിട്ടും ഇനിയുള്ള ദിവസം ഒരു 3 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ വരെ പഠിക്കാൻ തയ്യാറാണെങ്കിൽ മക്കളെ, നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റും ഇതേപോലെ അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും.
ഓക്കെ, ഞാൻ പറഞ്ഞ ഐഡിയ മനസ്സിലായിട്ടുണ്ടോ? അപ്പോൾ മാത്തമാറ്റിക്സ് പഠിച്ചു തീർക്കാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. പക്ഷേ നിങ്ങൾ എന്താക്കണം, പഠിക്കാൻ തയ്യാറാണോ? എങ്ങനെയാണ് പഠിക്കാൻ തയ്യാറാണെന്ന് വെച്ചാൽ സൈലത്തിൻ്റെ ലൈവ് ക്ലാസ്സുകളുണ്ട്. ഇനി അല്ലെങ്കിൽ സൈലത്തിൻ്റെ എൻഡ് ഗെയിം എന്ന് പറയുന്നൊരു നമുക്കറിയാം പുതിയൊരു ബാച്ചാണ്, അതിൽ ജോയിൻ ചെയ്താൽ മാത്രം മതി. ആ എൻഡ് ഗെയിം ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ ചാപ്റ്ററിനും ഫുൾ റിവിഷന് പുറമെ ക്വസ്റ്റ്യൻസും എല്ലാ കാര്യങ്ങളും കിട്ടും. ഞാൻ നിർബന്ധിക്കുന്നില്ല, പറ്റുന്ന ആൾക്കാർക്ക് ചെയ്താൽ മതി. ഇത് അതിൻ്റെ ഒരു പ്രൊമോ ആയിട്ട് ചെയ്തതല്ല, ഇത് നിങ്ങൾക്ക് സ്റ്റഡി പ്ലാൻ ആണ്. ഇനി അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമില്ലാത്ത ആളുകൾ നമ്മുടെ യൂട്യൂബ് ലൈവുകൾ കൃത്യമായിട്ട് കാണുക. ഓൾറെഡി എടുത്ത ലൈവുകൾ ഉണ്ടാവും, അത് റിവൈസ് ചെയ്യുക. 2x-ലോ 3x-ലോ ഒക്കെ ഇട്ടിട്ട് നിങ്ങൾ എന്താക്കുക, ക്ലാസ്സുകൾ കാണുക. നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യം നിങ്ങൾ ഒറ്റയ്ക്ക് ട്രൈ ചെയ്ത് നോക്കുക, വീഡിയോ പോസ് ചെയ്യുക. അറിയാത്ത ചോദ്യങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് വീണ്ടും റിവൈസ് ചെയ്യുക. മാക്സിമം ചെയ്ത ചോദ്യങ്ങൾ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയും അതോടൊപ്പം തന്നെ പുതിയ ചോദ്യങ്ങൾ കിട്ടുകയാണെങ്കിൽ അതും കൂടി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് മാത്തമാറ്റിക്സിൽ A+ കിട്ടും. നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഈ വീഡിയോനെ പറ്റി പറയുക. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ടെൻഷനുകൾ ഉണ്ടെങ്കിൽ അതും ഈ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ ഫ്രം സൈലന്റ് ലേണിംഗ്. ബൈ.